അയ്യമ്മോ, ഗംഭീര പാർക്കിംഗ് ആണുള്ളത്. ശോഭ സിറ്റിയൊക്കെ അടുത്ത് വിട്ടല്ലോ പാർക്കിങ്ങിന്റെ കാര്യത്തില്. ഏറ്റവും മുകളിൽ ഇതുണ്ട്. ഇനിയുണ്ടോ? പത്ത് ലെവല് പാർക്കിംഗ്, 10 ലെവല് ഇനിയുണ്ടെങ്കില്. ഓ, നേരെ മാളിലേക്ക് വന്നു അല്ലേ? ഡയറക്റ്റ് ചൂടാ. ചൂട് ഭയങ്കര ചൂടത്. കുഴപ്പമില്ല, കൊള്ളാല്ലേ? അടിപൊളി സ്ഥലമല്ലേ കൂട്ടാ? കൂട്ടാ നല്ല മാളല്ലേ? ഷോപ്പുകളൊക്കെ ആവണം. ലൈഫ് മാള് കൊള്ളാം. നല്ലല്ലേ? അടിപൊളിയല്ലേ? സ്ഥിരം വരാൻ പറ്റില്ല, കാശ് കളയേണ്ടി വരും. പറ്റില്ല, ഇടയ്ക്ക് വല്ല കൊല്ലത്തിൽ വേണോരോ. ഹൈലൈറ്റ് മാളിൽ കയറിയിട്ട് 5ാമത്തെ നിലയിലേക്ക് ഇപ്പൊ പാർക്കിങ്ങിൽ കയറിക്കൊണ്ടിരിക്കണേ. ഇതുവരെ പാർക്കിംഗ് സ്ഥലമില്ല. ഇവിടെ ആരും ഉണ്ടാവില്ല വിചാരിച്ച് ഇങ്ങോട്ട് വന്ന. ഇവിടെ വന്നിട്ട് നിറയെ വണ്ടികളാണ്. ഭയങ്കര ഗംഭീര പാർക്കിങ്. 5 കഴിഞ്ഞത് 6ആയി. ഇത് 6ാമത്തെ നിലയിൽ പോകുന്നു. പാർക്കിംഗ് 7ആണോ? 7 ലൈനിൽ ശോഭ സിറ്റിയിലുള്ള കാലം കൂടുതൽ തിരക്കാണല്ലോ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. എന്തത് എനിക്കറിയില്ല. താഴെ കാണുമ്പോ ഇത്ര ഇല്ലല്ലോ അല്ലേ? താഴെ പുറത്തുനിന്ന് കാണുമ്പോ ഇത്ര ഹൈറ്റ് ഇല്ലല്ലോ. ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ കയറി എന്താണോ? അതിന്റെ ഉള്ളില് ഭയങ്കര തിരക്കാവും. ഇതില് വലിയ തിരക്കുണ്ടാവും അതിനുള്ളിൽ. ഇത് എത്രാമത്തേത്? 9. അയ്യമ്മോ, ഗംഭീര പാർക്കിംഗ് ആണുള്ളത്. ശോഭ സിറ്റിയൊക്കെ അടുത്ത് വിട്ടല്ലോ പാർക്കിങ്ങിന്റെ കാര്യത്തില്. ഏറ്റവും മുകളിൽ ഇതുണ്ട്. ഇനിയുണ്ടോ? 10 ലെവല് പാർക്കിംഗ്, 10 ലെവല്. ഇനിയുണ്ടെങ്കില്. ഇനിയുണ്ട്. അല്ല ഇനിയുണ്ട്. 11 നമുക്ക് നല്ല അവിടെ പാർക്കിംഗ് ഉണ്ട്. മുകളിൽ വണ്ടികൾ 11 അതിനെ കണ്ടത് ചിലപ്പോ. 10ാമത്തെ നിലയിലാണ് പാർക്കിംഗ് കിട്ടിയത്. ഹൈലൈറ്റ് മാളിൽ വന്ന് തൃശ്ശൂര്. തിരക്കൊന്നും ഉണ്ടാവില്ല തിരിച്ചു വന്നതാ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ, എല്ലാം ഫുള്ളാണ്. എല്ലാ പാർക്കിംഗ് ഫുള്ളാണ്. ഏതായാലും ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇനി ഓ, നേരെ മാളിലേക്ക് വന്നു അല്ലേ? ഡയറക്റ്റ് ഇതിവിടെ ഫുഡ് പ്ലാസ. ഐസ്ക്രീമൊക്കെ മേടിക്കുക. അതൊന്നും നടന്നു നോക്ക് എന്തല്ല എന്ന്. കൊള്ളാം.
ഒന്നും ആയിട്ടില്ല അല്ലേ, ഷോപ്പുകളൊന്നും ആയിട്ടില്ല അല്ലേ, ഇവിടെ ഷോപ്പുകളൊന്നും ആയിട്ടില്ല. പക്ഷേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് മാളൊക്കെ ആക്റ്റീവാണ്. ഫുഡ് മാൾ നടന്നു വരാം. ശ്രീ വെജ് ഉണ്ട് മറ്റേ ഇവിടെ ഉള്ളത്, നമ്മുടെ ഷോപ്പാസിറ്റിയില്ലേ, മസാല ദോശ കഴിക്കണേ അവിടെ പോയി കഴിക്കാം. അല്ലിക്കല്ലേ രാവിലെ മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് മാളിൻ്റെ സ്ട്രക്ചർ അത്. ഇതിൽ ഏറ്റവും മുകളിലപ്പോൾ നമ്മൾ വന്ന് നിൽക്കണം പാർക്കിങ്. ഏറ്റവും മുകളിലെ പാർക്ക് ചെയ്തോ, ഒരെണ്ണം കൂടി ഉണ്ടോ, അത് ടോപ്പിലാവും. ടർഫ് മുകളിലുണ്ട്, മുകളിലേക്ക് കയറി വെക്കണം. മുകളിൽ ടർഫ് ഉണ്ട്. അതുകൊണ്ട് ആ ഏത് ഇത് സത്യം പറഞ്ഞ ശോഭ സിറ്റികളിലും വലിയ മാളാണ്. വടയും ചായയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താ ഉണ്ടോ പിന്നെ ഏത് അതെ പിസ്സ ഇവിടെ എന്താ വേണ്ട, ഡൊമിനോസ് ഉണ്ട്. പിസ്സ മേടിക്കണോ? ഏത് സബ്വേ മതിയോ? ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, അല്ല പല സാധനങ്ങളായിട്ട് മേടിക്കണ്ട, ഏതെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി. ഏതാ വേണ്ട? വെജ് മോമോസ് നോക്കി ഏതെങ്കിലും ഒരു നമ്പർ. ഇത് ലാർജ് എത്ര ഉണ്ടാവും? ലാർജിന് 10, മീഡിയത്തിൽ 5. ലാർജ് 10 ഉണ്ടാവും. അപ്പോൾ ഒരു ഇതിപ്പോൾ ഇത് പറയട്ടെ, ചില്ലി ചൈനീസ് മോമോ പറയട്ടെ. ഇത് ലാർജ് ചില്ലി ചൈനീസ് മോമോ സ്പൈസി ആയിരിക്കും. സ്പൈസി ആയിരിക്കുമോ? സ്പൈസി വരുന്ന പെരി പെരി ടെസ്റ്റ്, ഷെഷ്വാൻ, ചില്ലി ചൈനീസ്, ഈ 3 സ്പൈസി. ഏതാ വേണ്ട? അത് ഇതൊക്കെ നോർമലായിട്ട് വരും. പിന്നെ അല്ലെങ്കിൽ വേറെ സ്റ്റീമഡ് മോമോ മേടിച്ചാൽ മതി. ഇതാകുമ്പോൾ പെരി പെരി മതി. ലാർജ്. ഇവിടെ മാള്, ഫുഡ് മാള് നമ്മുടെ ഷോപ്പ് സ്ട്രീറ്റിലേക്കാളും വലുതാണ്, കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. ഞാൻ ഇത്രയും ഇതായിരിക്കും വിചാരിച്ചില്ല കേട്ടോ വന്നു കഴിഞ്ഞു. ചുമ്മാ അതിൽ പോയപ്പോൾ വണ്ടി ഇതിനുള്ളിൽ കയറ്റിയതാണ്. ഏറ്റവും മുകളിൽ നമ്മൾ വന്ന് പാർക്ക് ചെയ്ത്, പാർക്കിങ്ങിൽ നിന്ന് നേരെ നമ്മൾ മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത്. ഏറ്റവും മുകളിലേക്കാണ് വരുന്നത്, ഫുഡ് മാളിലേക്കാണ് വരിക. ഇതാണ് യാ വിൽ മിൽക്ക് എന്ന് പറഞ്ഞ സാധനം അല്ലേ? അല്ലിയല്ലേ അത്യാവശ്യമായിട്ട് മേടിച്ച് കഴിച്ചോ കൂട്ടണുണ്ടേ? ആ വിൽ മിൽക്കല്ലേ? അതാദ്യം അതെടുത്ത് തിന്ന്, എന്നിട്ട് തിന്നത്. ആ വിൽ മിൽക്ക് തിന്നിട്ടേ പ്രസാദത്തിൻ്റെ ടേസ്റ്റാണ് പുട്ടിന്. അങ്ങനല്ലേ പറഞ്ഞേ? അതിൽ പഴമല്ലേ, പഴം അടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പഴം അടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ. അവരത് മിക്സ് ചെയ്തിരിക്കാം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിൻ്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട് പുട്ടിന്. ടേസ്റ്റ് ഉണ്ടോ കൂട്ട? പ്രസാദത്തിൻ്റെ ടേസ്റ്റാണ് അല്ലേ? അതെ, എനിക്കുണ്ടോ? എന്ത് പറ്റി കൂട്ടണെന്ത് പറ്റി? കഴിച്ചോ? ഇതിപ്പോ കണ്ടോണ്ടെന്താ കുഴപ്പം?
എന്ത് മോമോസ് അത്? പെരി പെരി മോമോസാ? പെരി പെരി ടെസ്റ്റഡ് 10 പീസില്ലേ? 10 പീസ് അല്ലെങ്കിക്കോ തുടങ്ങിക്കോ. അതായത് കിട്ടില്ല. അത് കിട്ടി. കൈ കൊണ്ട് എടുത്ത് തിന്നോ? അതിൻ്റെ പോഫ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക. നല്ല ചൂട്. കൂട്ടന്റെ ഭാഗമല്ലേ? ഞാൻ വായിലിട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. എന്ത് മോമോസ് എന്ന് പറഞ്ഞത്? പെരി പെരി മോമോസ് 250 രൂപ. 10 പീസ് ഉണ്ട്. കുഴപ്പമില്ല. ടേസ്റ്റിയാണ് സാധനം. അടിപൊളിയുണ്ട്. ഇവിടെ ചൈനീസ് മോമോസ് ഉടനെ തിന്ന് വയ്യണ്ടേ? അല്ലിക്കോ ടേസ്റ്റ് ഉണ്ട്? അല്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊളിയല്ലേ? പൊളി. നല്ല ചൂടാ. ചൂട് ഭയങ്കര ചൂടത്. കുഴപ്പമില്ല. അടിപൊളി. വെജാണ് കേട്ടോ. ചിക്കനൊന്നല്ല, പച്ചക്കറിയാ. ഏതാ കാശ് കൊടുത്തോട്ടോ. എൻ്റെ പേഴ്സില്ല. തീരുമാനമായോ? എനിക്ക് കൂടെ ഒരു ചോക്ലേറ്റ് എടുക്കും. ഏതാ ചോക്ലേറ്റ് ആണ്? എത്ര? അതാർക്കാ അത്? ജെംസ് അതാർക്കാ? എനിക്ക് ചോക്ലേറ്റ് ആണ്. നിനക്കോ? 2 ചോക്ലേറ്റും 2 ചോക്ലേറ്റ്, ഒരു വൈൻ ചോക്ലേറ്റ്, ഒരു ജെംസ് കിട്ടൽ. ആ മതി. നടക്കും. നമുക്ക് അവിടെ ഇരിക്കാം. നടന്നിട്ട് തിന്നാൻ പറ്റില്ല എനിക്ക്. കാശ് കൊടുത്തു. വാ. അത് കുഴപ്പമില്ല. തിന്നോ. ഐസ്ക്രീം ഇതിനാണ് എടുക്കിട്ട. ഏതെല്ലാം ഈ ലൈഫ് മാള് കൊള്ളാം. ഉണ്ട്. നല്ലല്ലേ? അടിപൊളിയില്ലേ? സ്ഥിരം വരാൻ പറ്റില്ല. കാശ് കളയേണ്ടി വരും. പറ്റില്ല. ഇടയ്ക്ക് വല്ല കൊല്ലത്തിൽ വേണോരോ. ആഴ്ചയിലൊരിക്കൽ വരുന്നല്ലേ? കൊള്ളാല്ലേ? അടിപൊളി സ്ഥലമല്ലേ കൂട്ടാ? നല്ല മാളല്ലേ? ഷോപ്പുകളൊക്കെ ആവണല്ലോ. മാക്സ് സ്റ്റോറുണ്ട്. വേറെ ഒന്നും ഇവിടെ ഒന്നും ആയിട്ടൊന്നുമില്ല. കൊള്ളാത്ത മാള്. നല്ല അടിപൊളിയുണ്ട്. സീലിങ്ങൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള മാളാണ്. ഞാനിത് ഇത്രയൊന്നും വിചാരിച്ചില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്ര തോന്നില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയുണ്ട്. താഴെയൊക്കെ
കണ്ടില്ലേ, ബുക്ക് സ്റ്റോറാ. അത് നമ്മളവിടെ ഓസ്ട്രേലിയ പോയപ്പോഴേ അവിടെ കണ്ടില്ലേ, അവിടെ ഏത് മാളായിരുന്നത്, ഒരു മാളിൽ പോയപ്പോൾ അങ്ങനത്തെ കണ്ടില്ലേ അവിടെ. എന്താ ആരാ വാലന്റൈൻസ് ഡേയുടെ ഇല്ലേ, അത് കണ്ടില്ലേ വാലന്റൈൻസ് ഡേയുടെ ഇത് കണ്ടില്ലേ. ആരാ നിനക്കാരാ അയച്ചത്? നിനക്ക് വല്ലൊരു വാലന്റൈൻ ഡേ വല്ല ഗിഫ്റ്റ് തന്നോ? ഹൈ ലൈഫ് മാൾ തൃശ്ശൂർ വന്നിട്ടുള്ള പുതിയ മാള്, അടിപൊളി, തകർത്തുണ്ട്, കൊള്ളാം. പിന്നെ നല്ല ലൊക്കേഷനാണിത്, ഹൈവേയുടെ തൊട്ട് സൈഡിലാണ്, അടിപൊളിയുണ്ട് മാള്. ഒരു നേരം ഇവിടെ അടി ഇല്ല നീ അറിയില്ല അവരെ. ഇവിടെ ലുലുവിൻ്റെ ഡെയിലി ഷോപ്പ് തുടങ്ങിയില്ല, ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കൂടെ എന്നുള്ളത്. ലുലു എക്സിറ്റ് ഓൺലി ഇതിൻ്റെ ഉള്ളിൽ കയറണോ, ലുലുവിൻ്റെ ഉള്ളിൽ കയറണോ? അപ്പോൾ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറി, ഏറ്റവും മുകളിലാണ് കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. ലിഫ്റ്റിൽ മുകളിലേക്ക് കയറാൻ പോവാം. വെയിറ്റിംഗ് ഫോർ ലിഫ്റ്റ്. ഇറങ്ങി നമ്മുടെ സ്ഥലം തന്നെ. നമ്മുടെ വണ്ടി തിരിച്ച് ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് തന്നെ എത്തി. ഇതാണ് മൊത്തം, ഇത് ഏറ്റവും മുകളിലുള്ള പാർക്കിങ്ങാണ് മൊത്തം. തിരിച്ച് പാർക്കിങ് എത്തി. ഗംഭീര സ്ഥലമുണ്ട്, അടിപൊളിയുണ്ട് അല്ലേ? ഇനിയിപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാ. കരിഞ്ചി ക്യാമറമാൻ കുട്ടനത് പിടിച്ചോട്ടോ, ഇങ്ങനെ പിടിച്ചോ കറക്റ്റായിട്ട്. ഗ്രൗണ്ട് ഫ്ലോർ ആയില്ലേ, നമ്മൾ താഴെത്തി. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലോറും ഇറങ്ങി താഴെത്തി. ക്യാമറ അങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഹൈ ലൈഫ് മാളിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവണു. ഇനി പിന്നെ വരാം അല്ലേ? ക്യാമറമാൻ ബൈ പറയ്. ബൈ. ഓക്കെ.
അപ്പം എല്ലാവരും ഓക്കെ ശരി ബൈ.